ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പിയുടെ ബാലനാരി പൂജ നടക്കുന്ന സമയത്തേക്ക് രചന അവിടേക്ക് ഇടിച്ചു കയറി വരെയും ഒരുപാട് ഇഷിതനെ അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷിതനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തവളാണ് നീ എന്ന് മാത്രമല്ല, ചിപ്പിയുടെ അമ്മ ഞാൻ തന്നെയാണ്. ഏത് ആചാരപ്രകാരമാണെന്നുണ്ടെങ്കിലും ഏത് നിയമപ്രകാരമാണെന്നുണ്ടെങ്കിലും ചിപ്പിയുടെ അമ്മ ഞാനാണ്. ഏത് കാലത്തും അത് ഞാൻ തന്നെയായിരിക്കും, നീയല്ല. നീ എന്തിനാണ് ചിപ്പിമോളുടെ പൂജ നടത്തുന്നതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അപമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇഷിതനെ പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് മാറ്റുകയാണ്. അതിന് ശേഷമാണ് രചന അവിടെ പൂജ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ സ്വപ്നവല്ലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് രചനയോട് പറയുന്നുണ്ട് ഇഷിത തന്നെയാണ് ചിപ്പിമോളുടെ അമ്മ, ആ കാര്യത്തിലൊന്നും മാറ്റില്ല. പക്ഷേ രചന അവിടെ ഇരിക്കുമ്പോൾ അത് സ്വപ്നവല്ലിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ രചനയോടല്ല പൂജാരിയോട് സ്വപ്നവല്ലി പറയുന്നുണ്ട് പൂജ വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ പൂജാരി പറയാണ് അത്രയും നല്ലൊരു പൂജ, പവിത്രമായിട്ടൊരു പൂജ തുടങ്ങി വെച്ചതല്ലേ, അത് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ആ പൂജയ്ക്ക് മഹേഷിനും ഇരുന്ന് കൊടുക്കേണ്ടി വരികയാണ്. രജനി ഇരുന്നപ്പോൾ തന്നെ മഹേഷ് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ പൂജാരി പറഞ്ഞതോട് കൂടിയിട്ട് ആ ഒരു പൂജ നടത്താനായിട്ടും മഹേഷും കൂടെ സമ്മതിക്കുകയാണ്, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ രചന സന്തോഷത്തോടു കൂടിയിട്ട് ചിപ്പിയുടെ ബാലനാരി പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ പൂജാരി പറഞ്ഞു കൊടുത്ത പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇതേ സമയം ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടു നിൽക്കാനാവുന്നില്ല. കാരണം ഇഷിതയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് രചന ചിപ്പിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റാതെ ഇഷിത വേഗം തന്നെ അവിടെ നിന്ന് കരഞ്ഞു ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ അമ്മനോട് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ. കാരണം ഇഷിത ചിപ്പിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയെന്ന് മാത്രമല്ല, ഇഷിതനെ ഒരിക്കലും പ്രസവിക്കാത്തവളാണ് എന്നുള്ളൊരു കാര്യം കൂടിയിട്ടായൊരു പൂജയ്ക്ക് നിൽക്കുന്നവരെല്ലാവരും മുന്നിൽ വെച്ചിട്ട് വിളിച്ച് പറഞ്ഞതും ഇഷിതയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞിട്ട് ഇഷിത പൊട്ടിക്കറിയാണ്. പ്രസവിക്കാനുള്ളൊരു കഴിവ് എനിക്ക് തന്നില്ലല്ലോ, പ്രകൃതിക്ക് സൃഷ്ടിക്കാനുള്ളൊരു കഴിവുള്ളതല്ലേ അമ്മ, എന്തിന് എനിക്ക് അത് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അപ്പോൾ പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. രചന ഇപ്പോൾ വന്ന് പൂജ ചെയ്ത് പോയി എന്ന് വിചാരിച്ചിട്ട് രചന അവളുടെ അമ്മയൊന്നും ആവൂല. ചിപ്പിമോൾക്ക് എന്തായാലും രചനനെ അമ്മ എന്നുള്ള വിളിക്കണേ പോലും ഇഷ്ടമല്ല. ഇഷിതമോള് തന്നെയാണ് ചിപ്പിമോളുടെ അമ്മ. അത് ആരും പറഞ്ഞില്ലെങ്കിലും ഏത് പൂജ നടത്തിയില്ലെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഇല്ല അമ്മേ, അത് പ്രകൃതി നിയമമാണ്, പെറ്റമ്മ തന്നെയാണ് ആ ഒരു പൂജ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് സ്ഥാനമാണ് ചിപ്പിരായ എന്നുള്ളൊരു സ്ഥാനമല്ലാതെ അമ്മ എന്നുള്ളൊരു സ്ഥാനം എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കരഞ്ഞ് ബഹളാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മഹേഷ് കേട്ട് മഹേഷ് ആകെ സങ്കടമാവും കേട്ടോ. ഒരിക്കലും പ്രസവിക്കാത്തവളെന്ന് വിളിച്ച് ആക്ഷേപിച്ചതൊന്നും മഹേഷിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ചിപ്പിയുടെ അമ്മയാക്കി ഇഷിതനെ മാറ്റണം, ഏതെങ്കിലും നിയമപ്രകാരം അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പൂജ ചെയ്തിട്ടോ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് മഹേഷ് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അത് സ്വപ്നവല്ലിയോട് പറയുകയും ചെയ്തു. അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, സ്നേഹമുള്ള ഭാര്യയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഇത്രയും അധിക്ഷേപം അവൾക്ക് കേട്ടല്ലോ, അപ്പോൾ അതെന്തായാലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഇഷിതര വാക്കുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ടാണ് ഇഷിതര അവിടെ പുറത്തുനിന്ന് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇഷിതനെ ചിപ്പിയുടെ അമ്മയാക്കി മാറ്റണം, രചനയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ മഹേഷ് ആലോചിക്കുന്നുണ്ട്. രചനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. മഹേഷിൻ്റെ മനസ്സിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും രചന അറിയുന്നില്ലല്ലോ. രചനയാണെന്നുണ്ടെങ്കിൽ രചന വിജയിച്ചു, ഇഷിതനെ ചിപ്പിയുടെ അമ്മ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇഷിതല്ല രചന പോകുന്നത്. ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇഷിതയ്ക്ക് ഇഷിതരായ ഒരു സങ്കടം മറക്കാൻ പറ്റുന്നില്ല. കാരണം ചിപ്പിയുടെ അമ്മ അല്ല എന്നുള്ളൊരു ബോധം ഇഷിതയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാനായിട്ട് ഇഷിതയ്ക്ക് പറ്റുന്നില്ല. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മഹേഷ് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. ചിപ്പിയാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇഷിതാമ്മ തന്നെയാണ്, എൻ്റെ അമ്മനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, രചനാമ്മനെ എനിക്ക് ഇഷ്ടമല്ല, ആരൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മ ഇഷിതാമ്മ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹേഷ് വന്നിട്ട് ഇഷിതനെ ചിപ്പിമോളെയും കൊണ്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് മഹേഷ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും. പക്ഷേ അവരെ രണ്ടുപേരെയും പിടിച്ച് വലിച്ച് വേറൊരു അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. കാരണം വേറൊരു പൂജ മഹേഷ് ഏർപ്പാടാക്കിയിട്ടുണ്ട്.
അത് വേറൊന്നുമല്ല, ചിപ്പീനെ നമ്മുടെ ഇഷിതരെ ദത്തുപുത്രിയാക്കുന്ന ഒരു പൂജയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷിതനെയും ചിപ്പിനെയും കൂടി കൊണ്ടുപോകുന്നത്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ രചന വിജയശ്രീലാളിതയായിട്ടാണ് കേട്ടോ ആകാശിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ആകാശിനോട് പറയാണ്. ആകാശാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷനുകളിലാണ് കേട്ടോ. 70 കോടി നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനായിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആൾക്കാരൊക്കെ പിടിക്കാനായിട്ട് പല ആൾക്കാരെയും വിളിച്ച് പറയുന്നുണ്ട്. ഐജിനെയും മറ്റുള്ള പോലീസുകാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഈ സമയത്താണ് രചന വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം അത് ഒരാശ്വാസമാവുന്നുണ്ട് കേട്ടോ. കാരണം മഹേഷ് എവിടെയെങ്കിലുമൊക്കെ തോൽക്കുന്നത് ആകാശിന് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ രചന പറയാണ്, ഇഷിത നാണം കെട്ട് നാറിപ്പോയി എൻ്റെ മുന്നിൽ. മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരം പോലും പറയാൻ പറ്റിയില്ല. ഇഷിത ചിപ്പിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഒഴിവായി. അവളുടെ അമ്മ ഇപ്പോഴും ഞാൻ തന്നെയാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയൂ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. നീയാണടി പെണ്ണ്, നീ എന്തായാലും അങ്ങനെ ചെയ്തല്ലോ, അതെനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം മഹേഷും ഇഷിതയും ആ ഒരു പൂജയ്ക്ക് പോയ കാര്യം ആരോ രചനനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു പൂജയ്ക്ക് പോയി എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ രചനയോട് ആകാശ് പറയുന്നുണ്ട് വേഗം തന്നെ പോകണം, ആ ഒരു പൂജയെ മുടക്കണമെന്ന്. പക്ഷേ ആ ഒരു പൂജ മുടക്കാനായിട്ട് രചനയ്ക്ക് കഴിയൂല. അവിടെ ചെന്ന് ഇഷിത ചിപ്പി മോൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പൂജ ചെയ്യാണ്. അപ്പോൾ മഹേഷ് ഇഷിതനോട് പറയുന്നുണ്ട്, ഇന്ന് ഈ ഒരു നിമിഷം മുതൽ നിൻ്റെ ദത്തുപുത്രിയാണ് ചിപ്പി എന്ന് പറയാനായിട്ട്. അങ്ങനെ ഒരു പൂജയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയുകയാണേ. അപ്പോഴേക്കും രചന അവിടേക്ക് വരികയാണ് കേട്ടോ. രചന വന്നിട്ട് ഈ പൂജ നടക്കൂല, ചിപ്പിയുടെ അമ്മ ഞാനാണ് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറയുമ്പോഴും പക്ഷെ അവിടെ ആരും സമ്മതിക്കുന്നില്ല. കാരണം രചന ചിപ്പിനെ ഉപേക്ഷിച്ച് പോയതല്ലേ. ചിപ്പിനെ ഇഷിത ദത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പൂജയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആ ദത്തെടുക്കുന്നത് എൻ്റെ പൂജ രചനയുടെ മുന്നിൽ വെച്ച് തന്നെ നടക്കുകയാണ് കേട്ടോ. അന്ന് അവിടെ ചെയ്തിട്ടുള്ളത് പോലത്തുള്ള കുറേ കർമ്മങ്ങളും ഇഷിത ചിപ്പിക്ക് വേണ്ടി മഹേഷിൻ്റെ അരികിൽ നിന്ന് ചെയ്യാൻ കേട്ടോ. കുങ്കുമം തൊട്ട് കൊടുക്കലും അങ്ങനെ അവർ പറയുന്ന ഓരോരോ കാര്യങ്ങളും രചനയുടെ കൺമുന്നിൽ വെച്ചിട്ട് ഇഷിത ചെയ്യാണ്. ഇത് കാണുമ്പോൾ രചനയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇഷിതനെ രചന വഴക്ക് പറയാനിട്ട്, നീ എന്ത് അധികാരത്തിലും അവകാശത്തിലുമാണ് ഈ കയറി ഇരുന്ന് ചെയ്യുന്നത്? ചിപ്പി എൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ ചിപ്പി നിൻ്റെ മകളല്ല. ഇപ്പോൾ ചിപ്പി എൻ്റെ ദത്തുപുത്രിയാണ്. മഹേഷ് എൻ്റെ ഭർത്താവാണ്. നീ വേറൊരാളെ സ്നേഹിച്ച് അയാളെ കൂടെ പോയോളല്ലേ, പിന്നെ എങ്ങനെയാണ് നിൻ്റെ മകളാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പറയുന്നുണ്ട്. അതിന് ശേഷം ഇഷിത വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ചിപ്പി മോളെ ഞാൻ കൊണ്ടുവന്നത് നിനക്കറിയാലോ എങ്ങനെയാണെന്ന്. നിനക്ക് ഞാൻ ചിപ്പി മോളെ തന്നതല്ലേ ഒരു തവണ, പക്ഷേ എന്നിട്ട് നീ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചിപ്പി മോളെ വാങ്ങില്ല. അതുപോലെ തന്നെ ഞാൻ ആദിനെയും സ്വന്തമാക്കും. ചിപ്പിയെ ഞാൻ എങ്ങനെ സ്വന്തമാക്കിയോ അതുപോലെ ഞാൻ ആദ്യം നിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമാക്കും. നീ ആരുമില്ലാതെ അനാഥയായി ജീവിക്കേണ്ടി വരും. ആകാശം നിന്നെ ഉപേക്ഷിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. രചന അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തി ആകെ തോൽവി ഏറ്റുവാങ്ങിയിട്ടാണല്ലോ ചെന്നിരിക്കുന്ന ആകാശിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ആദിനോടും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും ചിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ നടക്കൂല മോനെ, കാരണം ചിപ്പിക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് പറയണം. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചിപ്പിനെ മയക്കി നമ്മുടെ കൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ആദി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ആദിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മഹേഷിൻ്റെ സഹായം കൂടെ ആവശ്യപ്പെട്ടാണ്. മഹേഷ് അച്ഛനായിട്ട് വേണമല്ലോ. അപ്പോൾ രചന അമ്മയും മഹേഷും അച്ഛനായിട്ട് ആദ്യം കൊണ്ടുവേണം അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകാനായിട്ട്. ചിപ്പിൻ്റെ അതേ സ്കൂളിൽ തന്നെ. അങ്ങനെ അവർ അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരുമിച്ച് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ചെന്നാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അഡ്മിഷന് പോകുന്ന സമയത്ത് സൂരജിനെ കൊണ്ട് ഇഷിത വരികയാണ് കേട്ടോ. ആഷിതയുടെ മകൻ സൂരജും ചിപ്പിയും ഇഷിതയും ആഷിതൊക്കെ കൂടെ വരുമ്പോൾ ഇവരെ കാണുന്നുണ്ട്. ഇഷിതയുടെ മുന്നിൽ വെച്ചിട്ട് രചന മഹേഷിൻ്റെ കയ്യിലൊക്കെ ചുറ്റി പിടിച്ച് മഹേഷിൻ്റെ കയ്യിൽ ആദ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി അങ്ങനെ ഫാമിലി ആയിട്ട് പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷിതയ്ക്ക് കുശുമ്പ് തോന്നാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, സ്കൂളിൽ ചേരാനും ചിപ്പിയെ അവരിലേക്ക് അടുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ആദ്യം സൂരജും ചിപ്പിയും കൂടിയിട്ട് ഒരുപാട് ശത്രുതകൾ വരുന്ന ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ.